കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവം UDF രാഷ്ട്രീയ മുതലെടുപ്പ് ഉപയോഗിക്കുകയാണെന്ന് ആന്റണി ജോൺ MLA. LDF സർക്കാരിനെയും MLAയും കടന്നാക്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് UDF വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവം UDF രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണെന്ന് ആന്റണി ജോൺ MLA വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കോതമംഗലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണം മൂലം ഉരുളനണ്ടിയിലുണ്ടായി. നമ്മളവിടെ ചെന്നും പറയുമ്പോഴും അങ്ങനെ ജനങ്ങളുടെ അതേ വികാരത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ കർശനമായി പറഞ്ഞു. കളക്ടറോടും DFOടൊക്കെ വളരെ മോശമായി സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് നമ്മളവിടെ സമീപനം സ്വീകരിച്ചത്. പക്ഷേ എല്ലാത്തിനെയും ജനകീയ പ്രതിഷേധമെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സൂചിപ്പിച്ചില്ല. ആദ്യം ഞാനാണ് അന്ന് അവിടെ വരുന്നത്. അതിനുശേഷം മൂവാറ്റുപുഴ MLA വന്നു, MP വന്നു, മറ്റ് പൊതുപ്രവർത്തകരൊക്കെ വന്നു. ഞങ്ങൾ പിന്നെ വൈദികർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടി ആലോചിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി MLAയും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലയിലേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ചില ഇടപെടൽ നമ്മുടെ കോതമംഗലത്ത് നടക്കുന്നുണ്ട്. അതാണ് എനിക്ക് കോതമംഗലത്തെ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമ്മുടെ ഓരോ വിഷയങ്ങളുടെ ഗൗരവത്തിനനുസരിച്ചും അത് സമയബന്ധിതമായ കാര്യത്തിനകത്ത് ഇടപെടുന്നതിനും പരമാവധി പരിഹാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് 8 വർഷക്കാലവും നടത്തിയിട്ടുള്ളത്. സംഭവം നടന്ന ഉടൻ വനം മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. കുടുംബത്തിന് സർക്കാരിന്റെ ധനസഹായമായി 10 ലക്ഷം രൂപയുടെ ചെക്ക് സംഭവസ്ഥലത്ത് ചെന്ന് കൈമാറി. ട്രഞ്ച്, സൗരോർജ്ജ വേലി അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നടപടിയെടുത്തു. മലയോര കർഷകർക്ക് പട്ടയം നൽകുന്നതിനും വന്യമൃഗ ആക്രമണം തടയുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും മികച്ച നിലയിലാണ് LDF സർക്കാർ ഇടപെടുന്നത്. എന്നിട്ടും സർക്കാരിനെയും MLAയെയും കടന്നാക്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് UDF വ്യക്തമാക്കണമെന്നും ആന്റണി ജോൺ MLA ആവശ്യപ്പെട്ടു. CPIM കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.